ഓണം എക്സാം അടുത്തിരിക്കുകയാണ്. പഠിക്കാൻ പറ്റുന്നില്ല സാറേ, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വൈ യു ക്യാൻ സ്റ്റഡി? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത്? ഇതിന് ആൻസർ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടുതൽ സ്റ്റഡി ടിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അധികം ആളുകളും പിന്നെ കമൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ആൻസർ എന്തായിരിക്കും? നോ ടൈം ആൻഡ് നോ മോട്ടിവേഷൻ. പഠിക്കാൻ സമയം കിട്ടുന്നില്ല, പഠിക്കാൻ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 9. ഇറ്റ്സ് മീ യുവർ നാഫി. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കഴിയുകയാണെങ്കിൽ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൈ യു ക്യാൻ സ്റ്റഡി. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാത്ത രണ്ട് റീസൺ. ഒന്നാമത് ടൈം ഇല്ലാത്തതാണ്, രണ്ടാമത്തത് മോട്ടിവേഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ടൈമിനെ കുറിച്ച് നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സ്പെസിഫൈഡ് പ്ലാൻ വേണം. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. 1 വെൻ, എപ്പോൾ പഠിക്കണം. 2 വേർ, എവിടെ വെച്ച് പഠിക്കണം. 3 ഹൗ, എങ്ങനെ പഠിക്കണം. ഈ 3 ക്വസ്റ്റ്യൻസിന് ഒരു സ്പെസിഫൈഡ് ആയിട്ട് ആൻസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെൻ എന്നുള്ളതിന് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ രാത്രി 10 മുതൽ പുലർച്ചെ 5:30 വരെ ഉറങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7.5 hours സ്ലീപ്പ് കിട്ടും. 10 മുതൽ 5:30 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് 7 മണിക്കൂർ എന്ത് ചെയ്യുന്നുണ്ട്, ഉറക്കം കിട്ടുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഒരു 5:45 മുതൽ ഒരു 7:45 വരെ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് 2 hours കിട്ടും. നമ്മൾ രാവിലെ നമ്മുടെ തലച്ചോറ് ആക്റ്റീവ് ആയിരിക്കുന്ന അത്രയൊന്നും വേറൊരു സമയത്ത് നമ്മുടെ തലച്ചോറ് എന്തായിരിക്കില്ല, ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ സമയം രാവിലെയാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ ഒന്ന് എണീറ്റിട്ട് ഒന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ ചില ആളുകൾ പറയും, രാവിലെ എനിക്ക് ചില പരിപാടികളുണ്ട്, അവിടെ പോകാനുണ്ട്, ഇവിടെ പോകാനുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 6 മണി മുതൽ 7:30 വരെയും, വൈകിട്ട് 6 മണി മുതൽ 7:30 വരെയും, ഒരു 8:45 മുതൽ 9:45 വരെ രാത്രിയും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ഇതിനിടയിലുള്ള ഗ്യാപ്പ് എന്തിനാണ്? നമ്മുടെ ലൈവ് കാണാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ 6 മണി മുതൽ 7 വരെയും 8:45 മുതൽ 9:45 വരെയുള്ള ആ 2 ടൈമിൽ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ടൈമുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ മോർണിംഗിലെ സ്ലോട്ട് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നൈറ്റിൽ ഈ 2 സ്ലോട്ട് ചൂസ് ചെയ്യുക. ഇനി വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോർണിംഗിലെ സ്ലോട്ടും നൈറ്റിലെ സ്ലോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. എവിടുന്ന് പഠിക്കണം, എവിടുന്ന് പഠിച്ച് തുടങ്ങണം, ആ 2 ക്വസ്റ്റ്യൻസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് ഒരു സ്റ്റഡി റൂമാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് പാരൻസിനെ ബുദ്ധിമുട്ടിച്ചൊരു സ്പെഷ്യൽ റൂം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ പഠിക്കാനിരിക്കുന്ന റൂം എന്ത് ചെയ്യുക, സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കും. അതിനുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും രാത്രി 6 മണി അല്ലെങ്കിൽ 6:15 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് റൂമിലിരിക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മൈൻഡിന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും, എല്ലാ ദിവസവും 6 മണിക്ക് എൻ്റെ മുതലാളി വന്നിട്ട് ഇരിക്കുന്ന പഠിക്കുന്ന സ്ഥലമാണ്, അപ്പോൾ ഈ സമയം പഠിക്കാനുള്ള സമയമാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി റൂം എന്ത് ചെയ്യുക, സെറ്റാക്കുക. അതായത് നിങ്ങളിപ്പോൾ പഠിക്കുന്ന റൂം എന്ത് ചെയ്താൽ സ്റ്റഡി റൂം ആക്കിയാൽ മതി. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, സേ നോ ടു ഡീവിയേഷൻ. നിങ്ങൾ ഡീവിയേഷൻസ് പറഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആവാം, വാട്സപ്പ് ആവാം, സ്നാപ്ചാറ്റ് ആവാം, യൂട്യൂബ് ആവാം. യൂട്യൂബിൽ പഠിക്കാൻ യൂട്യൂബ് എടുക്കുന്ന ഓക്കെ, അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്, ഡീവിയേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനോടും സ്നാപ്ചാറ്റിനോടും നിങ്ങളുടെ വീട്ടിലുള്ള പരിപാടികളോടൊക്കെ ഈ ഒരു 10-20 ദിവസത്തേക്കൊന്ന് നോ പറഞ്ഞിട്ട് ഇനിയുള്ള ദിവസം മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടോ. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ പഠിക്കണം? ഈസി ടു ടഫ് അല്ലേ, അല്ലെങ്കിൽ ഈസി ടു കോംപ്ലക്സ് നമ്മൾ പറയും. അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള വിഷയം ആദ്യം പഠിക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടഫായിട്ടുള്ള വിഷയം അടുത്ത് പഠിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു വിഷയം ഒരു ദിവസം ഇരുന്ന് പഠിക്കരുത്. നിങ്ങൾ ഈ പഠിക്കാനിരിക്കുന്ന സമയത്തിൽ 2-3 വിഷയങ്ങൾ എന്ത് ചെയ്യുക, ഈ പഠിക്കാനിരിക്കുന്ന സമയത്ത് 2-3 സ്ലോട്ടുകളാക്കി ഡിവൈഡ് ചെയ്തിട്ട് 2-3 സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് വരില്ല കേട്ടോ. പിന്നെ ഹൗ, എങ്ങനെ പഠിക്കണം, ഇതിനുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. മാത്സും ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. സോഷ്യൽ ബയോളജി പോലുള്ള സബ്ജക്റ്റ് ആണ് നിങ്ങൾ എഴുതിയിട്ട് പഠിച്ചാൽ കുറേ കൂടി എന്ത് ചെയ്യും, ഈസി ആയിട്ട് തലയിൽ കയറും കേട്ടോ. അപ്പം സോഷ്യൽ ബയോളജി പോലുള്ള സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കുക. മാത്സ് ഫിസിക്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് വേണമെങ്കിൽ തരാം. അപ്പോൾ നിങ്ങൾക്ക് ടഫുള്ള വിഷയങ്ങൾ കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്ത് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു കാര്യം നമുക്ക് സമയം സെറ്റായി, എവിടുന്ന് പഠിക്കണം മനസ്സിലായി, എങ്ങനെ പഠിക്കാൻ ഏകദേശം ഐഡിയ കിട്ടില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, നാളേക്ക് മാറ്റി വെക്കരുത്. ഈ വീഡിയോ കണ്ടത് മുതൽ ഫ്രം ടുഡേ ഇറ്റ് സെൽഫ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചുറങ്ങുക. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ടുഡേ. ഇന്ന് ഒരിക്കൽ നിങ്ങൾ ഒരു കാര്യവും എന്ത് ചെയ്യരുത്, നാളേക്ക് മാറ്റി വെക്കരുത് അല്ലേ. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മോട്ടിവേറ്റർ ആരാ? ഞാനാണോ, അല്ലെങ്കിൽ വേൾഡിലെ ഫേമസ് ആയുള്ള മോട്ടിവേറ്റർ ആണോ? ഒരിക്കലുമല്ല. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ആൾ ആരാടാ? നിങ്ങൾ തന്നെയാണ്. സെൽഫ് മോട്ടിവേഷനേക്കാളും വലിയൊരു മോട്ടിവേഷൻ വേറെ ഇല്ല മക്കളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പം മനസ്സിൽ വിചാരിക്കുക, ഇന്ന് മുതൽ ഓണം എക്സാമിലേക്ക് ഇനിയുള്ള
ഇനിയുള്ളത് 13 ദിവസങ്ങളാണ്. ഈ 13 ദിവസവും രാവിലെയും രാത്രിയും ഞാൻ സെറ്റായിട്ട് പഠിക്കും. ഞാൻ ഒന്നും നാളേക്ക് മാറ്റി വെക്കുന്നില്ല. ഫ്രം ദിസ് മൂമെൻറ്റ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് മൈ സ്റ്റഡി. അല്ലേ, ഈ ഒരു സമയം മുതൽ ഞാൻ എന്ത് ചെയ്യുന്നു, പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് അല്ല, ചാപ്റ്റേഴ്സ് ഏതൊക്കെ, ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ഉണ്ടാക്കുക. എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം പഠിക്കാനിരിക്കുമ്പോൾ ആദ്യത്തെ 1 hour എന്ത് ചെയ്യുന്നു, ഈസി ചാപ്റ്റർ പഠിക്കുന്നു. അടുത്ത 1 hour എന്ത് ചെയ്യുന്നു, ടഫായിട്ടുള്ള ചാപ്റ്റർ പഠിക്കുന്നു. അങ്ങനെ രാത്രിയും രാവിലെയും നിങ്ങൾ മാറി മാറി പഠിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്താ, രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുക, ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിന് കൂടുതൽ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങാൻ റെഡി ആണോ, സ്റ്റാർട്ടാണോ? ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ എം റെഡി എന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളെക്കാട്ടും വലിയൊരു മോട്ടിവേഷൻ വേറെ ആരും തരാനില്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേറ്റർ ആവുക. കാരണം 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. തോൽക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ വിജയക്കൊടി പാറിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ് മക്കളെ നിങ്ങളെങ്കിൽ, യു ഹാവ് ടു സ്റ്റഡി ഫ്രം ദിസ് മൊമെൻറ്റ്. ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തയ്യാറാവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞാൽ റിവാർഡ് യുവർ സെൽഫ്. ഇല്ലേ, നമ്മൾ പണ്ടൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ചെയ്യാറുണ്ട്, കൺഗ്രാറ്റ്സ് മൈ ബോയ്, കൺഗ്രാറ്റ്സ്. ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അല്ല 9ാം ക്ലാസ് പഠിക്കുമ്പോൾ എങ്ങനെ ഒരു പാഠം പഠിച്ച് ഞാൻ എന്നെ തന്നെ തോള് തട്ടും. യെസ്, ഗുഡ് നാഫി, നീ വേറെ ലെവലാണ്, നീ പഠിച്ചു കഴിഞ്ഞു. അല്ല ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഇക്കാക്കയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ കയ്യിലൊക്കെ എന്ത് ചെയ്യും, ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് ഞാൻ പറയും, ഉമ്മ ഇക്ക ഞാൻ പഠിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അവരെനിക്ക് ആ ചോക്ലേറ്റ് എനിക്ക് സമ്മാനമായി തരും. സോ നമുക്ക് റിവാർഡ് കിട്ടുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താടാ ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ പാപ്പമ്മ എന്നുള്ളൊരു തോന്നൽ, ഒരു അഭിമാനം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏതൊരു ചാപ്റ്റർ വേണമെന്നില്ല, നിങ്ങളൊരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, യെസ് എന്ത് ചെയ്യുക, ഒന്ന് റിവാർഡ് ചെയ്യുക. നിങ്ങൾ തന്നെ അതിന് ശരിയിട്ടിട്ട് വെരി ഗുഡ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് കേട്ടോ. അപ്പോൾ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഉറപ്പാണ് ഓണം എക്സാമിന് എല്ലാ വിഷയങ്ങളിലും A+ കിട്ടുന്നുള്ളത്. അപ്പോൾ ഈ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ സെൽഫായിട്ട് എന്ത് ചെയ്യുക, റിവാർഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെൽഫ് കോൺഫിഡൻസ് കൂടിയാൽ മാത്രമേ എല്ലാ വിഷയങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് റിവാർഡ് യുവർ സെൽഫ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഇന്ന് മുതൽ നിങ്ങൾ ഇനിയുള്ള ഈ പറഞ്ഞ സമയങ്ങളിൽ പഠിക്കുന്നു, സ്റ്റഡി റൂമിൽ ഇരുന്ന് പഠിക്കുന്നു, ഈസി ആയിട്ടുള്ള വിഷയം പഠിച്ച് പിന്നെ ടഫായിട്ടുള്ള പഠിക്കുന്നു, രാവിലെ എണീക്കുമ്പോൾ ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.